ഇറാൻ അമേരിക്കയെ തോൽപ്പിക്കൂല എന്നുള്ളത് വേറെ വിഷയമാണ്. ഇറാൻ അതിന് പറ്റൂലേ, അല്ലെങ്കിൽ ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ പാവകളാണോ അല്ലേ? ഇതൊരു എൻറ്റയർലി ഡിഫറൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അത് ഇപ്പോൾ നമ്മളത് ചർച്ച ചെയ്യാനിരുന്നാൽ അത് ഒരുപാട് ആ വഴിക്ക് നമ്മൾ പോകേണ്ടി വരും. ഞാൻ പറയുന്നത് ആ ഉത്തരവുമായി ബന്ധമുള്ളൊരു കാര്യമല്ല നമ്മളെ അഖീദന്റെ ശരിയും തെറ്റും. അതാണ് ഇത് പ്രശ്നം. നമ്മൾ അതിനി ഭയങ്കര അമേരിക്കൻ വിരുദ്ധം ആണെന്ന് തന്നെ വിചാരിക്കുക, ഇപ്പൊ അമേരിക്കനെ തോൽപ്പിക്കും തന്നെ വിചാരിക്കുക, അതുകൊണ്ടൊന്നും അഖീദ ശരിയാവൂല. അതായത് ഇസ്ലാമിന് അവർ കൊടുത്തൊരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഹുമൈനി കൊടുക്കുന്നൊരു വ്യാഖ്യാനം, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു വ്യാഖ്യാനം, ആ വ്യാഖ്യാനം ഇതുകൊണ്ടൊന്നും ശരിയാവാൻ പോകണില്ല. അത് ഖുർആനെതിരാണ്, അത് ഹദീസുകൾക്കെതിരാണ്, അത് സഹാബിമാരുടെ നിലപാടുകൾക്കെതിരാണ്. അത് ഓൾറെഡി തീരുമാനമായി കഴിഞ്ഞതാണ് ഇസ്ലാമിന്റെ അഖീദ എന്താന്നുള്ളത്. അത് 979 അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു വിവേചന ബോധം ചില ചെറുപ്പക്കാർക്കെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു നെഗറ്റീവായ അനന്തരഫലം എന്ന് പറയുന്നത്. നമ്മള് ഇതിന് അഖീദപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഖബർ കൂടുതലായിട്ട് കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതൊക്കെ പറയുമ്പോൾ എത്തരത്തിലാണ് അതിന്റെ ഒരു ക്ലിയർ കട്ടായി നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയാണ് ശരിക്കും ഇതിന്റെ അപകടം കിടക്കുന്നത്? അല്ല, അതായത് നമ്മൾ ഈ ശവകുടീരങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറുക, അതേപോലെ മരിച്ചുപോയ പുണ്യപുരുഷന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു ഷീഈ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ ഷീഈ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രചാരമുള്ള കാര്യങ്ങളാണ്. അത് പ്രധാനപ്പെട്ട വിശ്വാസപരമായ പ്രശ്നങ്ങൾ തന്നെയാണ്, വിശ്വാസപരമായും ആചാരപരമായുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അത് സുന്നി മുസ്ലിങ്ങൾക്കിടയിലും യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് ഷിയാക്കളിൽ നിന്ന് വന്നതായിരിക്കും മിക്കവാറും. ഷിയ സമൂഹങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്നായിരിക്കണം സുന്നി മുസ്ലിങ്ങൾക്കിടയിലേക്ക് അത് വന്നതെന്ന് വിചാരിക്കാനാണ് ചരിത്രപരമായി ന്യായമുള്ളത്. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ല. ഇപ്പോൾ ഹുമൈനി എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അവരൊക്കെ ഇത്നാശരി ഷിയാക്കളാണ്. അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ തിയോളജിയുടെ ഒരു അടിക്കല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഇമാമുമാരിലുള്ള വിശ്വാസമാണ്. ഇമാമുമാരിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഇവിടെ ഉണ്ട്, ഖുർആനുണ്ട്. അപ്പൊ ആ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ സ്വാഭാവികമായി മുസ്ലിം നാടുകളിൽ അവിടുത്തെ ഭരണാധികാരികൾ ഉണ്ടാവും. ആ ഭരണാധികാരികൾ രാജ്യങ്ങൾ മുന്നോട്ട് നയിക്കും. ഭരണാധികാരികളുടെ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളിത് വളരെ ക്ലിയർ ആണ് ആ ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അള്ളാഹു എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനുശേഷം മുസ്ലിം സമൂഹത്തെ നയിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ്. അതാണ് ഇവർ ഇമാം അലി എന്നാണല്ലോ പറയുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പെർഫെക്റ്റ് ആയ, അതായത് ശാരീരികവും മാനസികവും ആത്മീയവും ബുദ്ധിപരവും വൈജ്ഞാനികവും ഒക്കെ ആയി ഒരു പെർഫെക്ഷന്റെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ഒരാളാണ്. അത് അള്ളാഹ് തന്നെ അപ്പോയിന്റ് ചെയ്തതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം നമ്മൾ ദീന് തീരുമാനിക്കേണ്ട ഖുർആൻ നോക്കിയിട്ട് ഹദീസ് നോക്കിയിട്ടൊന്നല്ല, ഇമാമ് പറയുന്നത് കേട്ടിട്ടാണ്. അതായത് നമ്മളെ നയിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അലിയാണ് പിന്നെ മതവിജ്ഞാനത്തിന്റെ സ്രോതസ്. ഇതാണ് ശരിക്ക് ഒരു ഷിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഖുർആനും ഹദീസിനും ദീനെടുക്കുക എന്നുള്ളതല്ല, പ്രമാണങ്ങളിൽ നിന്ന് ദീനെടുക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് ആവശ്യമുള്ള അറിവുകളൊക്കെ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അപ്പൊ അലി അത് ഭരണാധികാരി അലി റളിയല്ലാഹു അൻഹു ആണ് ആവേണ്ടത്. ആത്മീയമായി നമ്മൾക്ക് മാർഗദർശനം നൽകേണ്ടതും അലി റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ പഠിച്ചവൻ അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു പരമ്പര ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിലൂടെയുള്ള ഈ കുടുംബ പരമ്പരയിൽ ഇമാമത്ത് എന്ന് പറയുന്നത് അള്ളാഹു നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. അങ്ങനെ 12 ഇമാമുമാരുണ്ട്. ആ 12ാമത്തെ ഇമാമ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രമാണങ്ങളല്ല, ഖുർആനും ഹദീസുകളും അല്ല ഇസ്ലാമിന്റെ സ്രോതസ്. ഇവര് സങ്കല്പിക്കുന്ന ഈ ഇമാമുമാരുടെ പരമ്പരയാണ് എന്നുള്ളതോടത്താണ് ഷിയ ഇസ്ലാം നിൽക്കുന്നത്. അപ്പോ അവര് ആ ഇമാമുമാര് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ഷിയാക്കൾ കുറെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഖുർആനിനും ഹദീസിനും അന്യമായ കുറെ ആശയങ്ങൾ. ഇത് ശരിക്ക് ഇസ്ലാമിനെ തന്നെ തകർക്കുന്ന ഒരു പരിപാടിയാണ്.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചതെന്ന് ക്ലിയർ ആണ്. അത് ആയിരക്കണക്കിന് ഹദീസുകളിൽ ക്ലിയർ ആണ്. ഖുർആൻ എന്താ പഠിപ്പിച്ചതെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. സഹാബിമാരെന്താ പഠിപ്പിച്ചതെന്ന് ക്ലിയർ ആണ്. ഇതിനൊക്കെ മറികടന്നിട്ട് ഇവർക്ക് ആർക്കും അറിയാത്തൊരു ഇസ്ലാം അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വളരെ രഹസ്യമായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത്. അത് അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അതിങ്ങനെ കൈമാറി കൈമാറി കിട്ടി. ഇപ്പോ ഇവരുടെ ഇമാമുമാരുടെ കയ്യിൽ, അതായത് ഹുമൈനി എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് ആ പരമ്പരയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ 12 ഇമാമുമാരല്ല, പക്ഷെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം അടക്കം വരുന്നത്. അപ്പൊ അവര് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദീൻ എങ്ങനെ തീരുമാനിക്കേണ്ടത്? ഇപ്പൊ ഹുമൈനി ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഹുമൈനി പറയുന്നതാണ് ദീന്. നമ്മൾ ഖുർആൻ ഹദീസ് നോക്കിയാൽ ദീൻ കാണൂല. ഇത് ഈ ഇമാമുമാരിലൂടെ ഇങ്ങനെ രഹസ്യമായി കൈമാറി കിട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു പൗരോഹിത്യം ഉണ്ടല്ലോ, അതിഭീകരമായൊരു പൗരോഹിത്യമാണത്. കാരണം തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പറ്റൂല. കാരണം എങ്ങനെ ചോദിക്കുക? കാരണം നമ്മൾക്കൊരു പ്രമാണം വേണ്ടേ ചോദിക്കണമെങ്കിൽ? അങ്ങനെയല്ലല്ലോ ഇങ്ങനെയെന്ന് പറയണമെങ്കിൽ ഇതിന്റെ തെളിവ് വേണ്ടേ? അങ്ങനത്തെ ഒരു ഇസ്ലാം ഇല്ല. ഇതാണ് ഇസ്ലാമിന്റെ ഷിയ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനപരമായ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മൾക്ക് ഹുമൈനിയുടെ ഇറാൻ ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലടക്കം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഹുമൈനിയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്. അപ്പൊ അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വളരെ ബേസിക് ആയ ഒരു കോൺസെപ്റ്റ് ഇതാണ്. അതായത് വിലായത്തെ ഫക്കീഹ് എന്നാണ് അതിന് പറയുക. അതാണ് ഹുമൈനിന്റെ ഒരു ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ആധുനിക ഷിയാക്കൾക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ 12ാമത്തെ ഇമാം നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ നിൽക്കരുത്, നമ്മൾ ഇറങ്ങി പണിയെടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫക്കീഹ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, പണ്ഡിതൻ. അപ്പോൾ ഓരോ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന പണ്ഡിതൻ അയാളാണ് മാസ്റ്റർ. അയാളുടെ വിലായത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ രാജ്യം ഭരിക്കേണ്ടത് ആരാണ്? അയാളാണ്. രാജ്യത്തിന്റെ ഓരോ പോളിസിയും തീരുമാനിക്കേണ്ടത് അയാളാണ്. എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമാകേണ്ടത് അയാളിലാണ്. അപ്പോ ഷിയാക്കളുടെ ആത്മീയ നേതാവിന്റെ കയ്യിൽ രാജ്യത്തിന്റെ അധികാരം ഭദ്രമായി തീരുന്നൊരു രാജ്യം, അതാണ് ഇസ്ലാമിക രാജ്യത്തിന് ഹുമൈനി കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഇറാനിൽ അങ്ങനെയാണ്. അതാണല്ലോ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ വരുന്ന അതുകൊണ്ടാണ്. അപ്പൊ അത് ആ ഇമാം സങ്കല്പത്തിന്റെ ജീവിക്കുന്ന പ്രതിനിധിയാണ് ആ കാലത്ത് ഹുമൈനി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഹുമൈനിയാണ് ഇറാൻ എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്. വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്, ഇയാളാണ് തീരുമാനിക്കേണ്ടത്. ആലിമാണ് തീരുമാനിക്കേണ്ടത്. ആലിം എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം ആലിം ഉണ്ടല്ലോ, അദ്ദേഹമാണ് കാര്യം തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോ ഖുർആനും ഹദീസും എന്താണെന്ന് പരിശോധിക്കാതെ, പ്രമാണങ്ങൾ പരിശോധിക്കാതെ ഇവര് നിയോഗിച്ച ഈ ആത്മീയ നേതാവിന്റെ കൽപ്പനകൾക്ക് അന്ധമായി വഴങ്ങുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്നുള്ളതാണ് വാദം. അയാളുടെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇസ്ലാമിക രാജ്യം എന്നുള്ളതാണ് വാദം. അപ്പൊ അങ്ങനത്തെ ഒരു ഇസ്ലാമിക രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റിന് അത് എത്ര തൊണ്ട പൊട്ടി അമേരിക്കക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാലും അത് പൊളിറ്റിക്കലി ആ മുദ്രാവാക്യം എഫക്റ്റീവാണോ അല്ലേ എന്നൊക്കെ നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമോ ഇസ്ലാമിക രാജ്യമോ ഇസ്ലാമികമായി അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലൊരു ഇതിനോടൊരു അനുരാഗാത്മക ഭ്രമം രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.